അവിടെ പോയി ഞാൻ വാതിൽ തുറന്നു. ശാന്തൻ എന്ന് പറയുന്ന ഡ്രൈവറായിരുന്നു. ഞാൻ ഉള്ളിലേക്ക് ചാടി ഓടി കയറി ബെഡ്റൂമിൽ പോയി കണ്ടത് എനിക്ക് വട്ടാണോ. ഞാൻ അവിടെ കണ്ടു കഴിഞ്ഞ് അവിടെ ശാന്തൻ ഓടി വന്ന് എന്നെ തടയാനും ഞാൻ ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോൾ എനിക്ക് ഐ കനോട്ട് എക്സ്പ്ലെയിൻ ഞാൻ എന്ത് കണ്ടു. അത്ര മോശത്തിനെക്കാട്ടും പറഞ്ഞാൽ അറിയാത്ത എന്റെ ഐ ഹാവ് ഓൾ ദ പിക്ചേഴ്സ്. ഹായ്, നമസ്കാരം. ടൈറ്റിലും തംബ്നെയിലും കണ്ടിട്ടായിരിക്കും പലരും ഈ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവുക. മേ ബി സ്റ്റാർട്ടിങ് വീഡിയോയിലൊരു ഡയലോഗ് കേട്ടിട്ടായിരിക്കും പലരും എൻ്റെ ഒരു ഒപ്പീനിയനിലോട്ട് നോക്കിയിട്ടുണ്ടാവുക. ഇപ്പോൾ സമയം കറക്റ്റ് പറയുകയാണെങ്കിൽ 4:37. കുറച്ച് മണിക്കൂർ മുമ്പ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കത്തി നിന്ന ഒരു ടോപ്പിക് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മന്ത്രി ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിവാദമാണ്. ഞാൻ ഒരുപാട് നേരത്തെ ചിന്തയിലൊടുവിലാണ് ഈ ഒരു ടോപ്പിക്ക് റിയാക്ട് ചെയ്യാം എന്ന് കരുതിയത്. സംസാരിക്കണോ, സംസാരിക്കണ്ടേ, സംസാരിച്ചാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്താ, സംസാരിച്ചില്ലെങ്കിൽ ഉണ്ടാവുന്ന പ്രശ്നം എന്താണ്, ആൻഡ് ഈ വിഷയത്തെക്കുറിച്ചിട്ടുള്ള എൻ്റെ ബോധ്യം എന്താണ്, ഇങ്ങനത്തെ കുറേ കൺക്ലൂഷൻ ഉണ്ടായിരുന്നു. പൊതുവെ എൻ്റെ ചാനൽ ശ്രദ്ധിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, പൊളിറ്റിക്കൽ കോൺട്രവേഴ്സി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ബേസ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഞാൻ എൻ്റെ ചാനലിൽ അധികം ഡിസ്കസ് ചെയ്യാത്ത ഒരാളാണ്. എന്നാൽ ഈ ഒരു സാധനം ഇതിൽ നടന്നിട്ടുള്ള പല കാര്യങ്ങളും കേട്ട സമയത്ത് എൻ്റെ അഭിപ്രായങ്ങൾ പറയണമെന്ന് തോന്നി ഞാൻ എടുക്കുന്ന ഒരു വീഡിയോ ആണത്. അപ്പം ആദ്യം തന്നെ എനിക്കൊരു ഡിസ്ക്ലെയിമർ എന്ന നിലയിൽ ഒരു കാര്യം പറയാണ്. ഞാൻ ഈ വിഷയത്തെ പൊളിറ്റിക്കൽ പേഴ്സ്പെക്റ്റീവിൽ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം പൊളിറ്റിക്സ് പരമായി ഈ വിഷയത്തെ കുറിച്ചിട്ട് അങ്ങ് വിശദീകരിക്കാനും വിശകലനം ചെയ്യാനും മാത്രമുള്ള ഒരു ബുദ്ധി എനിക്കുണ്ട് എന്ന് തോന്നുന്നില്ല. ഒരു സാധാരണ വ്യക്തി എന്ന നിലയിൽ ഈ ന്യൂസിനോട് ഉണ്ടാവുന്ന എൻ്റെ ഒരു പെർസ്പെക്റ്റീവാണ് ഞാൻ ഈ ന്യൂസിൽ കൂടെ കാണിക്കാൻ ശ്രമിക്കുന്നത്. സോ എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. മന്ത്രി ഗണേഷ് കുമാർ, അതാണല്ലോ നമ്മളുടെ ഇന്നത്തെ വിഷയം. ഗതാഗത മന്ത്രി. പണ്ടൊക്കെ വളരെ സിമ്പിളായിട്ട് ആൾക്കാർ നേടിക്കൊണ്ടിരുന്ന ലൈസൻസ് ഇന്ന് കോംപ്ലിക്കേറ്റഡ് ഓഫ് ദി കോംപ്ലിക്കേറ്റഡ് അവസ്ഥയിലോട്ട് എത്തിച്ച മനുഷ്യൻ എന്നതിലാണ് എനിക്ക് ഗണേഷ് കുമാറിനെ അറിയുന്നത്. ഓരോ ദിവസവും ഓരോ സെക്കൻഡിലും അയാൾക്ക് തോന്നുന്ന എന്താണോ അതാണ് തീരുമാനം. മണിച്ചിത്രത്താഴ് സിനിമയിലൂടെയാണ് ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഞാൻ എന്നും ഓർക്കുന്നത്. എന്നാൽ ഇന്ന് പൊളിറ്റിക്സിൽ ആൾ കൊണ്ടുവരുന്ന മാറ്റങ്ങളും അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാക്കുന്ന തീരുമാനങ്ങളും ആളുടെ സ്ട്രോങ്നെസ്സും ബോൾഡ്നെസ്സും അന്നും ഇന്നും എന്നും സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ചയായിരുന്നു. സോഷ്യൽ മീഡിയയിൽ പല പല വീഡിയോകളോട് ഉണ്ടാവുന്ന റെസ്പോൺസുകൾ, അല്ലെങ്കിൽ ഒന്നിലധികം ആൾക്കാർ ബൈക്കിൽ പോകുന്ന രംഗങ്ങളോടുള്ള റെസ്പോൺസുകൾ, ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ഗതാഗത മന്ത്രി സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആയിരുന്നു. ഒന്ന് പൊക്കിയടിച്ചിട്ട് ഒന്ന് താഴ്ത്തി പോകുന്നതല്ലേ എപ്പോഴും നല്ലത്. എന്നാൽ ഗതാഗത മന്ത്രിക്ക് വേറെയും ചില സൈഡുകൾ ഉണ്ട്. ആ സൈഡുകൾ അന്നും ഇന്നും എന്നും സോഷ്യൽ മീഡിയയിൽ ഒരു ഡിസ്കഷൻ തന്നെയായിരുന്നു. രാഷ്ട്രീയക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയോ? പുലിനെ പിടിച്ച് സിംഹമാക്കാനും സിംഹത്തെ പിടിച്ച് പുലിയാക്കാനുള്ള കഴിവുണ്ട്. അവർക്ക് എന്തും എവിടെയും എങ്ങനെയും പറയാം, ആരെ വേണമെങ്കിലും കുറ്റം പറയാം. ഈ സെയിം കുറ്റം തൻ്റെ സൈഡിലോട്ട് വരുന്ന സമയത്ത് അതൊന്നും അങ്ങനെയല്ല എന്ന് പറയാൻ കാണിക്കുന്ന ഒരു സ്പിരിറ്റ് പൊതുവെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടി അംഗങ്ങൾക്കും അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടി നേതാക്കന്മാർക്കും ഉണ്ട്. അത് ഈ ഒരു കേസിലും ഗണേശൻ സാറിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ കണ്ടു എന്ന് പറയുന്നതിന് ഒരു തെറ്റുമില്ല. ഇപ്പം വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ അല്ലെങ്കിൽ ഈ ഒരു കേസിന്റെ തുടക്കത്തിൽ തന്നെ ആള് 2 കാര്യങ്ങൾ മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് കേൾക്കാം. പിന്നെ ഗണേഷ് കുമാറിന് പ്രണയമുണ്ടോ എന്ന് ചോദിച്ചാൽ മാധവിക്കുട്ടിക്ക് പ്രണയം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്ന പോലെ ഉള്ളൂ. മനസ്സിലായോ? നിങ്ങളിൽ പ്രണയിക്കാത്തവരാരാണ്? ഗണേഷ് കുമാറിന് 1 അല്ല 5000 പ്രണയമുണ്ട്. എല്ലാം സ്നേഹമാണ്. കാരണം പ്രണയമില്ലാത്തവൻ പൊട്ടനാണ്. അവന് തലയ്ക്ക് എന്തെങ്കിലും അസുഖം കാണും. പ്രണയം ഉണ്ടാവും. പുനത്തിൽ കുഞ്ഞബ്ദുൾ എപ്പോഴും വീട്ടിനകത്ത് തന്നെയാണ് ശത്രുക്കൾ. വെളിയിൽ നിന്നാരും വരാറില്ല. ബഹുമാനായ VS അച്യുതമതി കണ്ടെത്തുന്ന തനിക്ക് ഒരുപാട് പ്രണയങ്ങൾ ഉണ്ടായിരുന്നു, അത് തന്റെ പേഴ്സണൽ കാര്യങ്ങളാണെന്ന്. അതേ ഗണേശ് സാറേ, പ്രണയങ്ങൾ എല്ലാ വ്യക്തികൾക്കും ഉണ്ട്. പ്രണയങ്ങളില്ലാത്ത മനുഷ്യന്മാരെ വേറെന്തൊക്കെയാ എന്ന് പറയുന്നതിന് ഞാൻ കേട്ടു. പക്ഷേ കല്യാണം കഴിച്ച് ഭാര്യ വീട്ടിലുണ്ടാവുന്ന സമയത്ത് പല പ്രണയങ്ങൾക്ക് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വേറെയാണെന്ന് കൂടി മന്ത്രി സാറ് ഒന്ന് അറിയേണ്ടിയിരിക്കുന്നു. തൻ്റെ ഏറ്റവും വലിയ ശത്രു തൻ്റെ വീട്ടുകാരാണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ്. ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മളുടെയൊക്കെ ലൈഫിൽ
നമ്മൾക്ക് എന്ത് പ്രശ്നം വന്നാലും നമ്മൾ അതുപോലെ അംഗീകരിച്ച് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികൾ ആരാണെന്ന് ചോദിച്ചാൽ അത് നമ്മളുടെ വീട്ടുകാരാണ്. ആ വീട്ടുകാർ നമ്മക്കെതിരെ തിരിയുന്നുണ്ടെങ്കിൽ അത്രയും വലിയ തോന്നിവാസവും തെണ്ടിത്തരവും നമ്മൾ കാണിക്കേണ്ടിയിരിക്കുന്നു. അല്ലാണ്ട് ഒരിക്കലും അവര് ഇത് വന്ന് പറയില്ല. ഓക്കെ, അപ്പൊ ആ 2 സ്റ്റേറ്റ്മെന്റ് പറയാണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാൻ പറ്റില്ല. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഗതാഗത മന്ത്രി ഗണേശൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വാളകത്തിലെ വീട്ടിന്റെ ഉള്ളിൽ ഭാര്യ ബിന്ദു എന്താണ് കണ്ടതിൽ സത്യമുണ്ടോ? ആൻഡ് എന്തിനാണ് ഗണേശന്റെ ഡ്രൈവർ ആ മൊബൈൽ തട്ടിപ്പിടിച്ച് വാങ്ങിയത്? ഇത് നോക്കാൻ വന്ന പോലീസുകാരൻ എന്തിന് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോയി? ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ വന്നത്. സോ നമുക്ക് ആദ്യം മെയിൻ സ്ട്രീം ചാനലിൽ വന്ന ന്യൂസിലോട്ട് പോവാം. തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ പ്രണയത്തെക്കുറിച്ച്, തനിക്കുള്ള പ്രണയത്തെക്കുറിച്ച്, അതിൻ്റെ എണ്ണത്തെക്കുറിച്ചൊക്കെ വാചാലനാകുന്നത് തലക്കെട്ടുകൾക്കിടയിൽ നമ്മൾ കാണുകയും ചെയ്തു. പക്ഷേ കാര്യങ്ങൾ അത്ര ലളിതമല്ല, അതീവ ഗുരുതരമാണ് എന്നാണ് ഗണേഷിന്റെ ഭാര്യ ബിന്ദു മേനോൻ ആരോപിക്കുന്നത്. ഗണേഷ് കുമാറിനെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടുവെന്നും ഇതിന്റെ തെളിവുകൾ ചിത്രങ്ങളായും വീഡിയോയായും തന്റെ കയ്യിലുണ്ടെന്നും ഗണേഷിന്റെ ഭാര്യ ബിന്ദു ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. എന്തായാലും ഇങ്ങനൊരു ഇൻസിഡന്റ് നടക്കാണ്ട് ഒരിക്കലും ഒരു ഭാര്യ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഇങ്ങനൊരു കാര്യം പറയില്ല. അതും ഒരു മന്ത്രിയെ കുറിച്ചാണ് പറയുന്നത്. സ്വന്തം വീട്ടിൻ്റെ ഉള്ളിൽ വേണ്ടാത്ത രീതിയിൽ കണ്ടു എന്ന്. അപ്പം അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇവർ പറഞ്ഞതുപോലെ ഫോട്ടോയും വീഡിയോയും ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല കാര്യം എന്താ അറിയോ? മിണ്ടാണ്ട് വായടച്ച് അവിടെ ഇരിക്കുക എന്നുള്ളതാണ്. എന്തായാലും അവർ ഈ ക്ലിപ്പിങ് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുപോയി വിളമ്പിയില്ലെങ്കിലും കേസുമായി പോകുന്ന സമയത്തോ അല്ലെങ്കിൽ കോടതിയിലോ ഇതൊക്കെ തെളിയാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം അതുകൊണ്ട് തെളിവുണ്ടെങ്കിൽ കുറ്റം അങ്ങ് സമ്മതിക്കുക. എനിക്കൊരു അവീതം ഉണ്ടായിരുന്നു, എനിക്കൊരു അവീതം പറ്റിപ്പോയി, ഇപ്പോൾ വളരെ ഘോരമായി പ്രസംഗിച്ചല്ലേ എനിക്ക് ഒരുപാട് പ്രണയങ്ങൾ ഉണ്ടായിരുന്നു എന്ന്, അതുപോലെ തന്നെ എനിക്ക് അതിൻ്റെ ഭാഗമായി ഞാൻ ചെയ്തു എന്ന് അങ്ങ് സമ്മതിച്ച് അങ്ങ് അവിടെ ഇരുന്നോ, വിഷയം സോൾവ്. ഗണേഷിന്റെ സന്തത സഹചാരികൾ തടഞ്ഞുവെച്ച് മൊബൈൽ കൈക്കലാക്കാൻ ശ്രമിച്ചുവെന്നും പോലീസ് സംഭവ സ്ഥലത്തെത്തിയെങ്കിലും ഇടപെടാതെ പിൻവാങ്ങുകയായിരുന്നുവെന്നും ബിന്ദു പറഞ്ഞു. ഇതാദ്യമായാണ് ബിന്ദു മേനോൻ ഇപ്പോഴത്തെ വിവാദങ്ങളിൽ പ്രതികരിക്കുന്നത്. KG കമലേഷിനോട് ബിന്ദു സംസാരിച്ചു. തെറ്റ് ചെയ്യുന്ന ആൾക്കാരെ ചുറ്റിപ്പറ്റി ഈ സംഘജ സഹചാരികൾ ഉണ്ടാവും. അപ്പൊ അവരിതല്ല ഇതിനപ്പുറം ചെയ്യും. അപ്പൊ അതൊരു സൈഡ് കിടക്കട്ടെ. ആൻഡ് പോലീസുകാർ വന്ന് തിരിഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇവിടെ കുറ്റം പറയാൻ പറ്റില്ല. രാഷ്ട്രീയ പാർട്ടിക്കാർ പറയുന്നതിനനുസരിച്ച് പാവകളായി നിൽക്കുന്ന കുറെ പോലീസ് ചേട്ടന്മാർ നമ്മളുടെ ഇടയിലുണ്ടല്ലോ. അപ്പൊ അതും ഒരു തെറ്റു പറയേണ്ട കാര്യമല്ല. കേൾക്കാം. ശ്രീമതി KB ഗണേഷ് കുമാരൻ, ക്ഷമിക്കണം, മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ഭാര്യ ശ്രീ ബിന്ദു മേനോൻ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീമതി ബിന്ദു, ഇന്നലെ മുതൽ ചില അഭ്യൂഹങ്ങൾ, പ്രചാരണങ്ങൾ ഓൺലൈൻ മീഡിയയിലൊക്കെ പ്രചരിക്കുന്നുണ്ടായിരുന്നു. ഒരു KSU നേതാവ് ഒരു പോസ്റ്റ് മുട്ട്. ഇപ്പോൾ മന്ത്രി പറയുന്നത് എനിക്ക് പ്രണയം മാത്രമാണുള്ളത്, എന്റെ വ്യക്തിപരമായ കാര്യത്തിൽ ആരും ഇടപെടേണ്ട, 112ലേക്ക് വട്ടുള്ളവർക്ക് ആർക്കും വിളിക്കാമല്ലോ എന്നൊക്കെയാണ്. യഥാർത്ഥത്തിൽ വാളകത്തെ വീട്ടിൽ എന്താണ് നടന്നത്? 112ലോട്ട് ഏത് വട്ടുള്ള ആൾക്കാർക്കും വിളിക്കാം. ഹലോ, വട്ടന്മാര് 112ലോട്ടൊന്നും വിളിക്കാൻ നിൽക്കില്ല. നമ്മൾ ഈ സൈക്കാട്രിക് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെന്ന നിലയിൽ പറയാൻ ഈ 112 അല്ലെങ്കിൽ 100 എന്ന് പറയുന്ന നമ്പറിലോട്ട് വട്ടന്മാരല്ല വിളിക്കുക. എന്തെങ്കിലുമൊക്കെ തോന്നിവാസം ചെയ്തിട്ടുണ്ടെങ്കിൽ രക്ഷിക്കാൻ വേണ്ടി വിളിക്കുന്ന നമ്പറാണ് ഈ 112, പിങ്ക് പോലീസ്, 100 എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇങ്ങനെയൊന്നും ന്യായീകരിക്കല ഗണേശൻ സാറേ. താങ്കൾ ശ്രീലേഖയുടെ സഹായം തേടിയെന്ന് പറയുന്നു. ശ്രീലേഖ ആരാണെന്ന് മന്ത്രി ചോദിക്കുന്നു. BJPയുടെ നേതാവല്ലേ, മേയറാകത്തിന്റെ പ്രശ്നമല്ലേ, രാഷ്ട്രീയ മുതലെടുപ്പാണെന്നാണ് പറയുന്നത്. താങ്കൾക്ക് പറയാൻ പറ്റുന്ന രീതി ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് ഭാര്യ എങ്ങനെയാണ് സ്വന്തം ഭർത്താവിനെ, ഒരു പെണ്ണിന്റെ മുറി, ഒരു പെണ്ണിനെ കൂട്ടി, പറയുമ്പോ തന്നെ ഒരുമാതിരി വളിഞ്ഞ കേസല്ലേ, ഒരു പെണ്ണിന്റെ കൂടെ മുറിന്റെ ഉള്ളിൽ വെച്ച് കണ്ടു എന്നെങ്ങനെയാ പറയുക? ഇത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ആരെങ്കിലും ഇതൊക്കെ ചെയ്യൂ? അങ്ങനെയാണ്. വാട്ട് കൈൻഡ് ഓഫ് കോക്കനട്ട് എക്സ്പ്ലനേഷൻ ഇസ് ദിസ്? ദിസ് ഈസ് മോർ ബെറ്റർ ദാൻ വാട്ട് വി സീ ഇൻ ദ ഡ്രെയിനേജ്. ഇപ്പൊ മന്ത്രിയുടെ ഒരു ഇന്റർവ്യൂ കണ്ടതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇപ്പൊ സംസാരിക്കുന്നത്. എനിക്ക് വളരെ, ഞാൻ 2014 മാരേജ് കഴിഞ്ഞ് കുറെ വർഷങ്ങളായിട്ട് എനിക്ക് പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. ഞാൻ 2019 ഒരു വലിയ പ്രശ്നം ഉണ്ടായപ്പോഴും ലേഖ ചേച്ചിയെ കോൺടാക്ട് ചെയ്തിരുന്നു. എന്റെ കസിൻ ബ്രദർ, അതായത് എന്റെ പപ്പയുടെ സിസ്റ്ററുടെ മോനാണ് ശ്രീലേഖയുടെ ഹസ്ബൻഡ്. അതെ. അപ്പോൾ ഞാൻ 2019 കോൺടാക്ട് ചെയ്തിരുന്നു. അന്ന് ഇതുപോലൊരു കോംപ്രമൈസിനായിട്ട് ഞങ്ങൾ സംസാരിക്കുകയല്ല ചെയ്തിരുന്നു.
അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നു. പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ. ഇതെല്ലാം എല്ലാവർക്കും അറിയുന്ന വിഷയങ്ങളാണ്. എന്തുകൊണ്ടാണ് ഗണേഷ് കുമാറായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നത് എന്ന് എല്ലാവർക്കും ലോകം മുഴുവൻ അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ കഴിഞ്ഞ എസ്പെഷ്യലി മന്ത്രിയായി കഴിഞ്ഞിട്ട് എനിക്ക് വളരെ വളരെ പ്രശ്നങ്ങളാണ്. അതായത് മന്ത്രിയുടെ കൂടെയുള്ള ഫ്രണ്ട്സ് ആയാലും മന്ത്രിയുടെ സ്റ്റാഫ് ആയാലും എല്ലാം എനിക്കെതിരാണ്. പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി പവറിന്റെയും പൊസിഷന്റെയും കൂടെയല്ലേ ആൾക്കാർ നിൽക്കുള്ളൂ. സോ ഐ ബീൻ കംപ്ലീറ്റ്ലി അലോൺ. പക്ഷെ ഞാൻ എന്റേതായ ഇതിൽ, കാരണം എനിക്ക് അത്രയും പേടിയാണ്. എനിക്കൊരു അലോൺ എന്ന് പറഞ്ഞെടുത്ത് ഞാൻ പറയാം, നമ്മളുടെ ലൈഫിൽ നമ്മളെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരാളും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. പണ്ടത്തെ ഒരു പാട്ടുണ്ട്, ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേരുണ്ടാവും, കരയുമ്പോൾ കൂടെ കരയാൻ ഒരു പട്ടിക്കുറുക്കം പോലും ഉണ്ടാവില്ല എന്ന് പറയുന്നത് സത്യം തന്നെയാണ്. ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മളുടെ കൂടെ ഒറ്റ ആൾക്കാരും ഉണ്ടാവില്ല. നമ്മുടെ പ്രശ്നങ്ങളാണെങ്കിലും നമ്മളുടെ അവസ്ഥയാണെങ്കിലും നമ്മൾ ഒറ്റയ്ക്ക് നേരിടുക തന്നെ ചെയ്യണം. ലൈഫിൽ ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് ജീവിക്കുക എന്നുള്ളതാണ്. കാരണം കൂടെ നിൽക്കുന്ന ഒറ്റ ഒന്നിനെയും നമുക്ക് ഒരിക്കലും നൻപാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇനി മന്ത്രിന്റെ PA ആണെങ്കിലും അവരാണെങ്കിലും ഇവരാണെങ്കിലും കൂടെ സപ്പോർട്ട് ഇല്ല എന്ന് പറയുന്നതിന് നിങ്ങൾ ഒരിക്കലും പേടിക്കണ്ട. ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഫ്രണ്ടോട്ട് പോകാൻ പറ്റുമെങ്കിൽ അതിലും പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യം വേറെ ഇല്ല. ആൻഡ് രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സത്യം നിങ്ങളുടെ സൈഡിലാണെങ്കിൽ അപ്പുറത്ത് 100 ആളുണ്ടെങ്കിലും സത്യത്തിന്റെ മുന്നിൽ ഈ 100 ആൾ ഒരിക്കലും വിജയിക്കാനും പോകുന്നില്ല. വയസ്സായി ഇപ്പോ മെമ്മറി പോലും ഇല്ലാത്ത എന്റെ ഒരു അമ്മ ഈ മെനഞ്ഞാൻ ദിവസം ഈ വാളകത്ത് കഴിഞ്ഞ ദിവസം ഇന്നലെ ശനിയാഴ്ചയാണ് തോന്നുന്നു. ശനിയാഴ്ച ശരിക്കും ഞാനിപ്പോ 2 മാസമായിട്ട് ഇതേപോലെ ഇലക്ഷന്റെ സമയത്താണ് ഞാൻ അവിടെ പഞ്ചായത്ത് ഇലക്ഷന്റെ സമയത്താണ് ഞാൻ ഇടയിൽ വന്നത്. അതിന് മുന്നേയും പ്രശ്നമായിരുന്നു. പല സ്ത്രീകളുടെയും പ്രശ്നം വെച്ച് ഞാൻ വഴക്കൂടും. അപ്പൊ എന്റെ ഫ്രണ്ട്സിനെല്ലാം ഞാൻ ആരോട് അവരുടെ സ്റ്റാഫിന്റെ ഫോൺ ട്രാക്ക് ചെയ്യും. ഞാൻ ആരെടുത്താ വിളിച്ചാൽ നോക്കി അവരുമായിട്ട് എന്നെ കണക്ട് ചെയ്ത് ഞാൻ അവരുമായിട്ട് ബന്ധമാണെന്ന് പറഞ്ഞ് അങ്ങനെയാണ് എന്നെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നത്. അപ്പൊ അവിടെ എല്ലാം പറയും ഞാൻ അമേരിക്കയിലേക്ക് ആരുടെ കൂടെ പോയി, ദുബായിലേക്ക് പോയി, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ നിർത്തും. സോ അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ 2 മാസമായിട്ട് എന്റെ ഫോൺ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അവരുടെ സ്റ്റാഫ് എന്നോട് സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കണം. അപ്പൊ വാളകത്തെല്ലാം ഇതെല്ലാം നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞതുകൊണ്ട് ഞാൻ പല സ്ത്രീകളെയും വിളിച്ച് ഞാൻ കുറെ ഫയർ ചെയ്യലും ഒക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ ഒന്നും ശരിയാവുന്നില്ല. അപ്പൊ സംശയരോഗം. ഗണേശൻ മന്ത്രിയുടെ ഒരു സ്ഥിരം ഇടപാടാണ് ഇത് എന്നാണ് ഭാര്യ ബിന്ദു ഇവിടെ പറയുന്നത്. ഒരുപാട് ഇങ്ങനത്തെ കേസുകളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പേരെ ചീത്ത വിളിച്ചിട്ടുണ്ട്. ആൻഡ് എന്തൊക്കെ ആളുടെ സൈഡിലെ തെറ്റ് കണ്ടുപിടിക്കുകയാണെങ്കിലും വേഗം ഞാൻ പോലും ചെയ്യാത്ത ചില തെറ്റുകൾ എൻ്റെ സൈഡിലോട്ട് ഇടും എന്നാണ് ഇവിടെ ഈ പെർട്ടിക്കുലർ ലേഡി പറയുന്നത്. അത് പൊതുവേ തെറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ബേസിക് സ്വഭാവമാണ്. അവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ അതവർ സമ്മതിക്കില്ല. പകരം അവരെന്ത് ചെയ്യും, ഓപ്പോസിറ്റ് ഉള്ള വ്യക്തിയുടെ തലയിൽ എന്തെങ്കിലും ഒരു തെറ്റിടും. അയാൾ പറഞ്ഞൊരു ഡയലോഗോ വേർഡോ സ്റ്റേറ്റ്മെന്റോ എന്തെങ്കിലും എടുത്ത് ഒരു തെറ്റിട്ടിട്ട് അവരുടെ സൈഡ് അങ്ങ് റെഡിയാക്കും. ഈ കാറ്റഗറി ഓഫ് മനുഷ്യന്മാരെ വിശ്വസിക്കാനേ കൊള്ളൂല. കാരണം അവർ പറയുന്ന പല കാര്യങ്ങളും കേൾക്കുമ്പം നമ്മൾ പാവങ്ങൾ, അയ്യോ നമ്മുടെ ഭാഗത്താണോ തെറ്റ്, ഞാനാണോ തെറ്റുകാരി, ഞാൻ മിണ്ടാണ്ട് നിൽക്കണേ, ഞാൻ സൈലന്റ് ആവണ്ടേ എന്നൊരു തോട്ട് വന്നു പോകും. അവിടെ ആവേ ചെയ്യരുത്. ഇങ്ങനത്തെ ഒരു സ്വഭാവം ആ വ്യക്തിക്ക് ആദ്യമേ ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം, ഇനി എത്രയൊക്കെ ഭർത്താവാണെങ്കിലും പരസ്ത്രീ ബന്ധത്തിന്റെ പേരിൽ ലീഗലി അങ്ങ് ഡിവോഴ്സ് വാങ്ങി പോകണമായിരുന്നു. പകരം പല സിറ്റുവേഷൻസും കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് നിന്ന് കൊടുത്തതിന് കിട്ടിയ ഒരു പ്രതിഫലമാണ് ഇത്. അതാണല്ലോ പറഞ്ഞത്, മാനസിക രോഗികളാണ് 112 വിളിക്കുക എന്നുള്ളത്. തെറ്റ് ചെയ്തിട്ടും അതിനെ ന്യായീകരിക്കാൻ തോന്നുന്ന മന്ത്രിയുടെ ആ ഒരു ത്രീവണയതയെ, അതൊരു പ്രത്യേകതരം മലയാള വാക്കാണ്, ഞാൻ കൈകൂപ്പി പ്രണാമിക്കുന്നു. എന്തായാലും ഞാൻ എന്താ വാളക വീട്ടിൽ നടന്നേ എന്ന് നോക്കാം. ആണെന്ന് പറഞ്ഞ് എല്ലാവരുടെ പറയുന്നു, എന്റെ വീട്ടുകാരെ വിളിച്ച് പറയുന്നു. അപ്പൊ ഐ ജസ്റ്റ് വാണ്ടഡ് എ ക്ലോഷർ. ഞാൻ വിചാരിച്ചു ഞാൻ എന്തായാലും എനിക്കൊരു ക്ലോഷർ വേണം, പക്ഷെ എനിക്കിത് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു തന്നെയാണ് ഞാൻ ആരോടും പറയാതെ അവിടെ പോയി. ഞാൻ വാതിൽ തുറന്നു. ശാന്തൻ എന്ന് പറയുന്ന ഡ്രൈവറായിരുന്നു. ഞാൻ ഉള്ളിലേക്ക് ചാടി ഓടി കയറി ബെഡ്റൂമിൽ പോയി കണ്ടത് എനിക്ക് വട്ടാണോ. ഞാൻ അവിടെ കണ്ടു കഴിഞ്ഞ് അവിടെ ശാന്തൻ ഓടി വന്ന് എന്നെ തടയാനും ഞാൻ ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോ എനിക്ക് ഐ കനോട്ട് എക്സ്പ്ലെയിൻ ഞാൻ എന്ത് കണ്ടു. മോശത്തിനെക്കാട്ടും പറഞ്ഞാൽ അറിയാത്ത എന്റെ ഐ ഹാവ് ഓൾ ദ പിക്ചേഴ്സ്. വീഡിയോ അല്ല, ഫോട്ടോസ് എല്ലാം ഉണ്ട് എന്റെ കയ്യില്. ഞാൻ പോലീസിനെ അല്ല, എനിക്ക് ഐ ലോസ്റ്റ് കൺട്രോൾ. പക്ഷെ ഐ ഡിഡ് നോട്ട് യൂസ് എ ബാഡ് വേർഡ്, ഐ ഡിഡ് നോട്ട് ഫിസിക്കലി അസോൾട്ട് എനിവൺ.
മന്ത്രിയെയോ മന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളെയോ ഒന്നും ഞാൻ ചെയ്തില്ല. പക്ഷെ ഞാൻ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു. ബിക്കോസ് മന്ത്രി അത് പിന്നെയും പറയും എനിക്ക് പ്രാന്താണ്, എനിക്ക് സംശയമാണെന്ന് ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു. അപ്പൊ കുറെ കാലങ്ങളായി ചെയ്യാത്ത കുറ്റം തന്റെ തലയിലോട്ട് ഇടുകയും താനൊരു തെറ്റുകാരിയാണ്, താൻ മാനസിക പ്രശ്നമുള്ള ഒരു വ്യക്തിയാണെന്ന് ഗണേശൻ മന്ത്രി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇതിനൊരു തീരുമാനമാക്കണമല്ലോ എന്ന് കരുതി വീട്ടിൽ പോയ സമയത്താണ് സംഭവം നല്ല അടിപൊളി സീന് വളരെ ഓപ്പണായിട്ട് വൈഫ് കാണേണ്ടി വരുന്നത്. ഒരു ഭാര്യയ്ക്കും ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ് ഓഫ് കോഴ്സ് ഈ പെർട്ടിക്കുലർ ലേഡി അന്നേ ദിവസം അവിടെ കണ്ടത്. എന്ത് ഇമോഷണൽ ബ്ലാസ്റ്റ് കൂടിയായിരിക്കും ആൾ കടന്നുകൊണ്ടിരിക്കുക. ആളിതിൽ പറയുന്നുണ്ട്, ഞാനൊരു ബാഡ് വേർഡ് യൂസ് ചെയ്തില്ല, ഞാൻ ഫിസിക്കലി അസോൾട്ട് ചെയ്തില്ല. ഹാറ്റ്സ് ഓഫ് കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഏതൊരു വ്യക്തിക്കാണെങ്കിലും ഇങ്ങനൊരു സിറ്റുവേഷൻ കാണുന്ന സമയത്ത് ഫിസിക്കലിയോ ബാഡ് വേർഡോ വന്നു പോകും. അത് ചെയ്യാണ്ട് ആ ഇമോഷൻ കൺട്രോൾ ചെയ്ത് പിടിക്കാൻ ഈ ലേഡിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ സൂപ്പർ പവർ. ആൻഡ് ഇതിൽ വീണ്ടും ആൾ പറയുന്നുണ്ട്, ഐ ഹാവ് ദ പിക്ചർ വിത്ത് മീ. അതൊരിക്കലും ഒരു ഫേക്കായി തോന്നില്ല. മേ ബി ഞാൻ ഈ ന്യൂസ് റിയാക്ട് ചെയ്യുന്ന സമയത്ത് പല വ്യക്തികളും അല്ലെങ്കിൽ നിങ്ങൾ അപ്പുറത്തെ സൈഡ് കേട്ടല്ലോ, അവിടെ ശരിയുണ്ടോ, അവിടെ തെറ്റുണ്ടോ, അതുണ്ടോ ഇതുണ്ടോ ചോദിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഒരു ലേഡി വളരെ ഓപ്പൺ ആയിട്ട് സോഷ്യൽ മീഡിയയിലെ വളരെ പ്രമുഖ ചാനലിൽ വോയിസ് കൊടുത്ത് എനിക്ക് ഫോട്ടോ ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഞാൻ ജസ്റ്റ് കണ്ടു എന്നാണ് പറയുന്നതെങ്കിൽ പോലും ഞാൻ ഈ വിഷയം എടുത്ത് ഞാൻ റിയാക്ട് ചെയ്യില്ല. ഫോട്ടോ ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ കോൺഫിഡൻസ്, ദർ ഇസ് സംതിങ് ഇൻ ഇറ്റ്. ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചപ്പോൾ എന്നെ ശാന്ത അവരെ പിടിക്കുക, അവരുടെ ഫോൺ മാറ്റുക എന്നൊക്കെ പറഞ്ഞ എന്നെ ഹി വാസ് ട്രൈങ് ടു അസോൾട്ട് മീ, ട്രൈ ടു ടേക്ക് സ്നാച്ച് മൈ ഫോൺ. പക്ഷേ ഞാൻ അതൊന്നും സമ്മതിച്ചില്ല. ഞാൻ ഉടനെ ലേഖ ചേച്ചിയെ വിളിച്ചു. ബിക്കോസ് എനിക്ക് അറിയായിരുന്നു എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഞാൻ ലാസ്റ്റ് ഡയൽ നമ്പർ ലേഖ ചേച്ചി ഇട്ടിട്ടാണ് ഞാൻ പോയത്. ഞാൻ ലേഖ ചേച്ചിയോട് പറഞ്ഞു, ഇഫ് ഐ നീഡ് എനി ഹെൽപ്പ് യു ഹാവ് ടു പിക്ക് അപ്പ് മൈ കോൾ. അത് അല്ലാതെ ഒരു BJP സ്ഥാനാർത്ഥി ഒന്നും അല്ല. ചേച്ചി എന്റെ ബ്രദറിനെ കല്യാണം കഴിച്ചിട്ട് എത്രയോ വർഷങ്ങളായി. സോ അത് വിളിച്ചു. അപ്പൊ ചേച്ചി പറഞ്ഞു, ബിന്ദു ഇമ്മീഡിയറ്റ്ലി യു കോൾ കൺട്രോൾ റൂം 112. അങ്ങനെയാണ് ഞാൻ വിളിച്ചത്. ഞാൻ ലേഖ ചേച്ചി എന്ന് പറഞ്ഞ് വിളിച്ച് കണ്ടപ്പോൾ അവരെന്നെ ഒന്നും ചെയ്യാൻ അവർക്ക് പറ്റിയില്ല. ഞാൻ ഓടി, ഐ റാൻ ഔട്ട്. പോലീസ് വന്നു കഴിഞ്ഞ് പുറത്തേക്ക് വരാൻ നേരത്ത് പ്രദീപ് എന്ന് പറഞ്ഞാൽ എൻ്റെ വാതിൽ തുറക്കാൻ സമ്മതിച്ചില്ല. വാതിൽ എൻ്റെ കൈ പിടിച്ച് വാതിൽ അടയ്ക്കാനൊക്കെ നോക്കി. ഞാൻ ഹെൽപ്പ് എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ചു. അത് കഴിഞ്ഞ് പോലീസ് വരുന്നതിന് മുന്നേ തന്നെ ഗണേഷ് കുമാർ ഈ സ്ത്രീയായിട്ട് സ്ത്രീനെ കൊണ്ടുവന്ന കാറിൽ ശാന്തം കയറ്റി, ശാന്തം കൊണ്ടുപോയി ഗണേഷ് കുമാർ ഉള്ളിലേക്ക് ഓടി വാതിലടച്ചു. ഇവിടെ ഏറ്റവും വിഷയമായിരുന്നത് ശ്രീലേഖ എന്ന് പറയുന്ന ഒരാളാണ്. ആൻഡ് ആ ഒരു പോയിന്റ് എടുത്തു വെച്ചിട്ടാണ് ഗണേഷ് കുമാർ ഇപ്പൊ പറയുന്നത് മേയർ സ്ഥാനത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു കോൺട്രവേഴ്സി ആണ് എന്നുള്ളത്. ആൻഡ് നമ്മളിപ്പം ഇവിടെ ഈ ഒരു സിനാരിയോയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അവർ ഓൾറെഡി പറയുന്നുണ്ട് ഞാൻ ഇത് പിടിക്കാൻ വേണ്ടി തന്നെയാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ എനിക്കൊരു സപ്പോർട്ടിന് വേണ്ടി ഞാൻ വിളിച്ചിരുന്നു എന്നും എൻ്റെ ബ്രദറിൻ്റെ വൈഫാണ് ഈ പെർട്ടിക്കുലർ ശ്രീലേഖ എന്ന് പറയുന്നത്. അപ്പോൾ അവരെ കോൾ ചെയ്തപ്പോൾ അവരാണ് 112 വിളിക്കാൻ പറഞ്ഞത്. 112 അങ്ങനെ ഒരു കോള് വന്നിട്ടുണ്ടോ? കോള് വന്നതിൽ സത്യമുണ്ടോ? അതിന്റെ ഭാഗമായി പോലീസുകാർ അവിടെ എത്തിയോ? അവരെന്താ ചെയ്തേ എന്ന് അന്വേഷിച്ചാൽ വളരെ ഫാസ്റ്റ്ലി കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അതിലോട്ടൊന്നും പോണ്ട. ഈ ബിന്ദുവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ ആ ഫോണിൻ്റെ ഫോട്ടോസ് ചെക്ക് ചെയ്താൽ തന്നെ ഇതിന് ഏകദേശം ഒരു തീരുമാനം. ആൻഡ് വളരെ സാഹസികമായി മറ്റൊരു പിടിക്കാൻ നോക്കി അവരുടെ റൂമിലിട്ടു, പൂട്ടിയിട്ടു, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീക്ക് നേരെ ഉണ്ടാവാൻ പറ്റുന്ന എല്ലാ അട്രോസിറ്റീസും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് അഗെയിൻസ്റ്റ് ഈ ഡ്രൈവറിനും കൂട്ടം നിന്നിട്ടുള്ള ആൾക്കാർക്കൊക്കെ കിട്ടണം. ആൻഡ് ഈ ഒരു കേസിനെ രാഷ്ട്രീയ കഴിവ് കൊണ്ട് ഒന്നും അല്ലാണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ബിന്ദു ചേച്ചി ആ ഫോട്ടോയും വീഡിയോയും സോഷ്യൽ മീഡിയയിൽ അങ്ങ് പരത്തിക്കാണും. ആ പെൺകുട്ടീനെ കുറിച്ച് ആലോചിച്ച് ഒരു സങ്കടവും വേണ്ട. അന്യ ഭാര്യയുടെ ഭർത്താവിൻ്റെ കൂടെ റൂമിൽ പോയി കിടക്കാനുള്ളൊരു ധൈര്യം അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫോട്ടോ പബ്ലിക്കിൽ എത്തുന്നത് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ധൈര്യവും ഇവർക്ക് കിട്ടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും അവിടെ കിടക്കട്ടെ. വാഴ നനയുന്നതിൻ്റെ കൂടെ ചീര നനയുന്ന ഒരു കേസും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. എന്താ ഗണേഷ് കുമാറിന്റെ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ടുണ്ടായിരുന്നല്ലോ, ഇതല്ലേ അധപ്പതനം, അതെന്താ ഉദ്ദേശിക്കുന്നത്? ഏതാണ് ഈ ഗണേഷ് കുമാറിന്റെ ഒരു വീഡിയോ ഇട്ടിട്ട് ഇതല്ലേ അധപ്പതനം ഫേസ്ബുക്കിൽ പോസ്റ്റ്. നിങ്ങൾക്കതറിയില്ലേ? നിങ്ങൾക്കറിയില്ലേ? അത് സെലക്റ്റീവ് ആകുന്നതുകൊണ്ടാണോ നിങ്ങൾക്കതറിയാത്തത്? എൻ്റെ ചോദ്യം, കൊട്ടാരക്കര മേഖലയിൽ നിന്ന് 112 ഏതെങ്കിലും ഒരു സ്ത്രീ വിളിച്ച് പരാതി പറഞ്ഞിട്ടുണ്ടോ? ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആ സ്ഥലത്തേക്ക് രാഹുൽ മാങ്കൂട്ട് ഈ പറയുന്നതിൽ ഒരു തെറ്റും പറയാനില്ല. ആൾക്ക് എഗെയിൻസ്റ്റ് ഒരുപാട് കേസ് വന്ന സമയത്ത് ഘോരഘോര പ്രസംഗിച്ചിട്ടുള്ള പല വ്യക്തികൾക്കും ഇന്ന് തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്.
ആളുമായി ബന്ധപ്പെട്ട് കോൺട്രവേഴ്സിയിൽ വന്ന ഒരു പോസ്കോ കേസ് ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ കേസുകളും നിങ്ങൾക്കറിയാം. രണ്ടുപേരിലും ഒരു മ്യൂച്വൽ കൺസെൻറ്റോടുകൂടി നടന്ന കേസസും ഉണ്ട്, അല്ലാത്ത പല കേസുകളും ഉണ്ട്. എന്നാൽ ഇവിടെ സ്വന്തം ഭാര്യ ലൈവായിട്ട് പിടിക്കുകയാണ്. അപ്പം ആളീ ചോദിക്കുന്നതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും തെറ്റുണ്ടെന്ന് തോന്നുന്നുണ്ടോ? വാഴ നനയുന്നതിൻ്റെ കൂടെ ചീരയും നനയുന്നുണ്ട്. പക്ഷേ ആലോചിക്കേണ്ട ഒരു കാര്യം, വാഴേനെ നനയ്ക്കാൻ പോയിട്ടുള്ള ആൾക്കാരുടെ ഒരു ക്വാളിറ്റിയും കൂടെ ഇതിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, ഇതേ വിഷയത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ ആരും മറക്കണ്ട. സോ ദാറ്റ്സ് ഇറ്റ്. ബൈ.